ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ രാവിലെ നേരത്തെ സനക്കുട്ടി ട്യൂഷന് പോകാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കൊന്നുമില്ല, കഴിക്കാതെയാണ് പോണത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ സ്കൂളിലേക്കും പോകും കേട്ടോ. അപ്പോൾ രണ്ട് അപ്പമാണ് കേട്ടോ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പവും മുളക് ചമ്മന്തിയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചിലപ്പോൾ പകുതി ബാക്കി തിരിച്ചു കൊണ്ടുവരട്ടെ. എന്താക്കി കൊടുത്താലും അത് തിരിച്ചു കൊണ്ടുവരുന്നത് അവളുടെ ഒരു പതിവായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഞാനും ഫുഡ് കഴിച്ചു, മക്കൾ അഫ്നൂന് വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് തേങ്ങാച്ചോറാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിലാതും കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കറിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ബീഫിനുള്ള മസാലയും കാര്യമൊക്കെ തേച്ചിട്ട് അതും കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് അപ്പോഴത്തേനും മാങ്ങ എത്തിയിട്ടുണ്ട് കേട്ടോ. മൂപ്പര് മാങ്ങ കൊടുന്നു, നല്ല പഴുത്ത മാങ്ങ കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി പറയണം നല്ലൊരു മാങ്ങ ജ്യൂസ് കുടിക്കാൻ പൂതിയാവണമെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ വേഗം മാങ്ങ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ വേഗം നന്നാക്കിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേനും പാലില്ല കേട്ടോ. അപ്പം അത് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, തേങ്ങാച്ചോറ് അവിടെ ആയിട്ടുണ്ട്. ഞാൻ ദമ്മിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ബീഫ് കറി എന്താ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ വേഗം അടിച്ച് വെക്കാമെന്ന് കരുതി. അപ്പം നമ്മളിതാ അതുപോലെ മാങ്ങ ഇട്ട് കൊടുത്തു, മിക്സിയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു, പാലൊഴിച്ച് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുന്നുണ്ട്. ആദ്യം പൂതിപ്പെട്ടിരിക്കുന്ന ആൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം.